Let me welcome on to the show. Njan Vidamatte by Kirti, Basil Joseph and Lijomol Jose. Welcome to my show. Thank you. അതാ ഞാൻ നെഗ്ലക്റ്റഡ്. അത് തുടങ്ങിയത് ബേസിലാണ്. നെഗ്ലക്റ്റഡ് എനിക്ക് മിസ്സായി. മീംസും ട്രോൾസും ഒക്കെ കാണുമ്പോ എങ്ങനെയാ ഇത് എടുക്കുന്നത്? എനിക്ക് ഭയങ്കര രസമാണല്ലോ എല്ലാം. ഞാനാണല്ലോ ചമ്മന്നത്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷകരമാണ്. ഇപ്പം പഫ്സ് കഴിക്കുന്നത് സത്യമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ ഒരു സെക്കൻഡ് ക്ലിക്ക് ആയപ്പോഴാണ് ഇത് സത്യം പഫ്സ്. അതിൽ എന്റെ കണ്ണിലോട്ട് നോക്കിയാൽ എന്റെ മുഖം ഇത്തിരി രണ്ട് കണ്ണ് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായോ ഓ ആണല്ലോ. എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ ഹേർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനൊന്നുമില്ല. ഹേർട്ട് ചെയ്യണ സാധനങ്ങൾ കാണാതിരുന്നാ മതി. നമ്മള് കണ്ടിട്ട് ഇച്ചിരി മാറിയിരുന്ന് കരഞ്ഞിട്ട് അടുത്ത പരിപാടിയായിട്ട് പോയാൽ മതി. അതിൽ നായകനെ മാറ്റിട്ട് എന്റെ മുഖം നായികയുടെ മുഖത്തും മാറ്റിട്ട് അനശ്വരയുടെ എന്നിട്ട് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ പാടി കിടക്കുന്നു. ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. എനിക്ക് തോന്നി ഞാൻ പേജ് ചോദ്യം എന്റെ സിനി മോശമാണല്ലോ. പേഷ്യൻസ് എനിക്ക് ഇത്തിരി കുറവാ നിലവിൽ. എന്റെ കംഫർട്ട് സോണിലുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഞാൻ എന്റെ ഇറിറ്റേഷൻ ആയാലും എന്റെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുള്ളൂ. അവരെ കണ്ടപ്പോഴേക്കൊക്കെ എല്ലാവരും എനിക്ക് ഉമ്മയൊക്കെ വെച്ചല്ലോ. ദേഷ്യം നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും, ഭക്ഷണം സമയത്ത് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും. അതൊക്കെ തന്നെയുള്ളൂ. ഭക്ഷണവും ഉറക്കവും അതാണ് മെയിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യം ഇന്ത്യയാണ്. അതിൽ ഇന്ത്യൻ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഡാർക്ക് ഹ്യൂമറിലൂടെ ഈ സ്വർണത്തിന്റെ ഒബ്സസീവ്നെസ് കാണിക്കുന്ന ഒരു ചിത്രമാണ് പൊന്മാൻ എന്ന് പറയുന്നത്. ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദ ഷോ. ഞാൻ വിടമാട്ടെ ബൈ കീർത്തി, ബേസിൽ ജോസഫ് ആൻഡ് ലിജോമോൾ ജോസ്. വെൽക്കം ടു മൈ ഷോ. അതാ എൻവിയും ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. കൊള്ളാലോ. നമ്മൾ പൊന്മാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ഞാനിപ്പോ ഈ ഫിലിമിന്റെ റിവ്യൂസ് നോക്കുന്ന സമയത്ത് അനുരാഗ് കശ്യപ്, സഞ്ജു സാംസൺ, വിക്രം സാർ ഇവരൊക്കെ ഇങ്ങനെ റിവ്യൂസ് പറയുന്നുണ്ട്. മീൻസ് അതിന് ഞാൻ ഫിലിം കണ്ട ഒരാളാണ്, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷെ ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്, ഇവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു ഇവർ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ ഒരു ഫിലിമിൽ? ഇവരെല്ലാവരും പേഴ്സണലി വിളിച്ചായിരുന്നു. എല്ലാവരും വെറുതെ എവിടെയെങ്കിലും എഴുതിയിടുന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരെയും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ ആദ്യം. അപ്പോൾ ചില സിനിമകളുണ്ടല്ലോ നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്നും എഴുതിയിടാൻ തോന്നാറില്ല. നമുക്കൊരു എവിടെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം കുറച്ചുകൂടെ ആൾക്കാർ കാണണം, എല്ലാവരും കാണേണ്ട സിനിമയാണ്, നമുക്ക് അങ്ങനെ ഒന്നും തോന്നാത്ത ചില സിനിമകളുണ്ടാകും. ചിലത് നമുക്ക് അപ്പം തന്നെ അതൊന്ന് എഴുതിയിടണം എന്ന് തോന്നും, ചിലത് എഴുതിയിടുകയും വേണം, ഇതിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് സംസാരിക്കണം, എല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ചില സിനിമകളുണ്ടാവും. അപ്പോൾ പൊന്മാൻ കണ്ടവരിൽ മിക്കവരും ആ ലാസ്റ്റ് പറഞ്ഞ സെക്ഷനിലേക്കാണ്. എഴുതിയിടുകയും ചെയ്തിട്ടുണ്ട്, പേഴ്സണലി എല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നലും സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു സിനിമയായിട്ടാണ് പൊന്മാൻ ഇവൻച്വലി നമുക്ക് കിട്ടുന്ന റെസ്പോൺസസ് വെച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഒരുപാട് പേര് ഹിറ്റായ സിനിമകളുണ്ട്, എന്നാൽ പോലും മെജോറിറ്റി ഹിറ്റുകൾ ആ സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ആൾക്കാർ വിളിക്കുകയും സംസാരിക്കുകയും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സിനിമ പൊന്മാനാണ് ഈ പറഞ്ഞ എല്ലാ സിനിമകളിലും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ സിനിമയ്ക്ക് അതൊരു എല്ലാവരെയും അത് വിളിക്കുന്നുണ്ട്. ലിജോമോളെ വിളിക്കുന്നു, സജിനെ വിളിക്കുന്നു, ജ്യോതിഷേട്ടനെ വിളിക്കുന്നു, ഡയറക്ടറിനെ വിളിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇവൻച്വലി ഈ സിനിമ. വിക്രം സാറൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു സിനിമയെ കുറിച്ച്. ഞാൻ സ്റ്റെഫിന്ന് വിളിക്കാൻ പോവായിരുന്നു, ലിജോനെ വിളിച്ചിരുന്നോ? ഞാൻ സംസാരിച്ചു, ബേസിലിനെ വിളിച്ച സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സംസാരിച്ചു. അതിപ്പോ പറഞ്ഞ സ്പോയിലർ ആവുമെന്ന് അറിയില്ല. ഇല്ല, ഇതില് ആ ക്യാരക്ടറിനെ ചില സമയത്ത് ആളുകളുടെ കൂടെ നിൽക്കാൻ തോന്നുന്ന പോലെ ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ചില സമയത്ത് നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്ന പോലെ തോന്നും നമുക്ക്. ഇപ്പൊ സ്റ്റെഫിയുടെ കൂടെ നിൽക്കാൻ ആളുകൾക്ക് തോന്നിയത് പെർഫോമൻസ് കൊണ്ടുകൂടിയാണ് എന്നുള്ള രീതിക്ക് വരുന്നത് കേട്ടപ്പോൾ സന്തോഷം. എനിക്ക് തോന്നി സ്റ്റെഫിയുടെ കഥാപാത്രം വരുന്ന സമയത്ത് അത് എല്ലാവരിലും ഉള്ള ഒരു എലിമെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇൻബിൽറ്റ് ആയിട്ട് എവിടെയോ ഒരു ചെറിയ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുമല്ലോ, ഒരു നമ്മളുടെ ഒരു എല്ലാവർക്കും ഒരു സെൽഫിഷ്നെസ്. അത് മാത്രമാണ് ഇതിനകത്ത്. ഞാൻ ആക്ച്വലി പറഞ്ഞ ഫിലിം ഞാൻ കണ്ടു, ഞാനത്
പറയായിരുന്നു, ഞാൻ സ്പോയിലറായിട്ട് മുന്നേ പറയുന്നില്ല ഇന്റർവ്യൂവിന് മുന്നേ, കാരണം എനിക്ക് നാച്ചുറലായിട്ട് പിന്നെ വരില്ല. Okay. ഒരു രക്ഷയില്ല. എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് വിഷ്വൽസ് ഉണ്ടല്ലോ, അതിൽ ആ മൺറോത്ത് തുരുത്തിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, ഡേ ടു നൈറ്റ് ട്രാൻസിഷന്. ഇതിനകത്ത് സ്റ്റൺസ് വലിയ എന്ന് പറയുന്ന ഇൻഹ്യൂമൻ സ്റ്റൺസ് ഒന്നും അല്ല, നമ്മൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റൺസ്. പിന്നെ ഒരു, ഞാനത് സ്പോയിലറായിട്ട് പറയുന്നത്, ട്രാൻസിഷൻ ഓഫ് ലവ് അത് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കരമായിട്ടും ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ റീസൺ ഇതായിരുന്നോ, ഇങ്ങനെ ഈ റിലേറ്റബിലിറ്റി തന്നെയായിരുന്നോ? ഇതിന്റെ സിനിമയ്ക്ക് ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, ഇതിന്റെ കഥയ്ക്ക് ഒരു സത്യസന്ധതയുണ്ട്. ബേസിക്കലി ഇറ്റ്സ് എ വെരി ഹോണസ്റ്റ് ഫിലിം. അത് അതിന്റെ ഡയറക്ടർ ആണെങ്കിലും അതിന്റെ റൈറ്റേഴ്സിനാണെങ്കിലും, ഇന്ദുവൻ സാറാണ്, ജസ്റ്റിൻ മാത്യു, ജ്യോതിഷ് ചേട്ടൻ, എല്ലാവർക്കും ആ ഒരു ഓണസ്റ്റി ഉണ്ട്. കാരണം ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. റിയൽ ഇൻസിഡൻറ്റിനെ ഒരു പോയിന്റ് തൊട്ട് പിന്നെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ളൊരു നോവലാണ്. അപ്പോൾ ആ നോവലിലെ എല്ലാ ക്യാരക്ടേഴ്സും റിയൽ ക്യാരക്ടേഴ്സാണ്, എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ സെറ്റിങ്, ആ കൾച്ചർ, അങ്ങനെ ഒരു സ്വർണം പിരിവ്, തലേദിവസം പിരിവിട്ടിട്ട് പിറ്റേ ദിവസം കല്യാണം, അതൊക്കെ ഭയങ്കര പുതിയതാണ്. ഇതൊന്നും നമ്മൾ കഥ വായിക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ നമ്മളിത് കണ്ടിട്ടില്ല. നമുക്ക് തന്നെ അതൊരു ഫ്രഷാണ്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊക്കെ ഭയങ്കര ഫ്രഷാണ്. അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എന്നാൽ അതിൽ ഭയങ്കര ഹീറോയിസം ഉണ്ട്, നായികയ്ക്കൊരു ഹീറോയിസം ഉണ്ട്, ഈ പറയുന്ന വില്ലനൊരു ഭയങ്കരമായിട്ടുള്ള ഹീറോയിസം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്കെയിൽ ഉള്ള ക്യാരക്ടേഴ്സും കൂടെയാണ്. ഒരു നല്ല രീതിയിലുള്ള ഡ്രാമയുടെ ബാക്കപ്പുള്ള ക്യാരക്ടേഴ്സാണ്, നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ ബുക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് 4-5 ചെറുപ്പക്കാർ എന്നുള്ള ബുക്ക്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല ഓണസ്റ്റ്ലി. നിങ്ങൾ ഇത് മുന്നേ, ഫിലിമിന് മുന്നേ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇതിന്റെ കഥ കേട്ടതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. ബേസിൽ ആദ്യം വായിച്ചത് ഞാൻ ബുക്കായിരുന്നു ആദ്യം വായിച്ചത്. അല്ല, ഇതിനകത്ത് കുറച്ച് ഞാൻ ബുക്ക് വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് വരുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് വരുന്നത്. അത് ആ ക്ലൈമാക്സ് പോർഷൻ ആണോ? ഞാൻ അത് ഏതാന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും. പക്ഷെ അതാണോ ശരിക്കും ക്ലൈമാക്സ് പോർഷൻ? സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു പോയിന്റിൽ ഒരു മേജർ ഒരു പ്ലോട്ട് പോയിന്റ് ഉണ്ട്, നമ്മൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ബുക്കിലില്ല, അത് സിനിമയിലാണത്. അവിടെ തൊട്ട് പിന്നെ സിനിമ വേറെ തന്നെ രീതിയിലാണ് സഞ്ചരിക്കുന്നത്, ബുക്കിൽ പിന്നെ വേറെ രീതിയിലാണ് ബുക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതാണ് മേജർ ചേഞ്ച്. അതിന് വേണ്ടിയിട്ട് പിന്നിലേക്കും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നമ്മൾ ബുക്കിലും സ്ക്രിപ്റ്റിലും വരുത്തിയിട്ടുണ്ട്, സിനിമയിലും വരുത്തിയിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച്. അപ്പോൾ ആ രീതിയിൽ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ വേറെ രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സ്റ്റെഫിയുടെ ക്യാരക്ടർ പോലും ബുക്കിനേക്കാളും കുറച്ചുകൂടെ ഡീപ്പ് ആൻഡ് ലെയേർഡ് ആയിട്ടാണ് സ്ക്രിപ്റ്റിൽ, സിനിമയിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുക്കിൽ നിന്ന് ചേഞ്ചസ് ഉണ്ട്. ബുക്ക് വായിച്ചവർക്ക് സിനിമ കാണുമ്പോൾ ഇങ്ങനെ ആ ഒരു സർപ്രൈസുകൾ ഉണ്ടാവും. ഈ ഓരോ നാടിനും അതിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് കാണും. ഇപ്പം ഞാൻ കോട്ടയത്തു നിന്നാണ്. അപ്പം ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ചില സമയത്തൊക്കെ ജഡ്ജ്മെന്റിലായിരിക്കും, ഒരു പ്രെജുഡൈസ് ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്ക് കുറച്ചുണ്ട്. എന്ന് വെച്ചാൽ മോശം രീതിയിലാവണമെന്നില്ല, നല്ല രീതിയിലും. അപ്പം പക്ഷെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം വയനാട് നിന്നാണ് ബേസിൽ, പീരുമേട്, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ള സ്ഥലം പീരുമേട്. അപ്പം ഞാൻ പീരുമേട് ജനിച്ചു വളർന്ന ആളല്ല, പീരുമേട് കുറച്ചധികം കാലം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അല്ല, പീരുമേട് ഒരു 10-15 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ പീരുമേട് അല്ല എന്റെ ഹോം ടൗൺ. പീരുമേട് അല്ല, എവിടെയാണ് സ്ഥലം? കട്ടപ്പന അടുത്താണ്. കട്ടപ്പനല്ല. ഓക്കെ. അപ്പം ഈ ഓരോ ഇപ്പൊ കൊല്ലത്ത് നിങ്ങൾ ഇത്രയും ദിവസം നിന്നു, അപ്പം നിങ്ങൾക്ക് അവിടുത്തെ ഒരാൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക് ഒരു ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടാക്കാം. ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടിനെ റെഫറൻസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഒരു സിഗരറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ കേസിൽ അതെൻ്റെ ഫ്രണ്ട് ആയിരുന്നുണ്ട്, അവൻ മറ്റവൻ്റെ തലയടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഞാനിങ്ങനെ, നിങ്ങൾ കൊല്ലംകാരല്ല എങ്ങനെയാണ്? അപ്പം എന്തെങ്കിലും അങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്ത കൊല്ലംകാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്? നമുക്ക് അങ്ങനെ ഒരു ഈ നാട്ടുകാർ ഇങ്ങനെയാണ് അങ്ങനെ എവിടെയും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ നാട്ടിലെയും പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, സ്വന്തമായിട്ട് ജീവിക്കുന്ന, സ്വന്തമായിട്ട് തൊഴിലൊക്കെ എടുത്ത് ജീവിക്കുന്ന, നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, നമ്മളെയൊക്കെ എല്ലായിടത്തും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സിനിമ ഷൂട്ടിംഗ് വരുന്നു എന്നൊക്കെ പറയണതിനൊക്കെ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ അവരുടെ സ്വന്തം വീട് മൊത്തം നമുക്ക് മാറ്റി നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ വേറെ സ്ഥലത്തേക്ക് ഒരു മേക്ക് ഷിഫ്റ്റ് ചെറിയ വീട്ടിലേക്ക് താമസം മാറി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന്, അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അവർ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവർ നമ്മളെ
ഫുഡൊക്കെ കൊണ്ടു തന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കക്കയിറച്ചിയൊക്കെ കൊണ്ടുതരും. ആ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും. സീ ഫുഡ് ഞങ്ങളുടെ അവിടെ ഫിഷും ഒക്കെ ആയിട്ട്. ഈ കല്യാണ പിരിവ് എന്നുള്ളൊരു കാര്യം ഞാൻ ആക്ച്വലി ഈ മൂവി കാണുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ടേം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ വരുന്ന സ്ഥലത്ത് നിങ്ങളത് വാങ്ങിച്ചു, ഡൗറിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, പക്ഷെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രഡീഷൻസ് ഉണ്ടാവാറുണ്ടോ നിങ്ങളുടെ സ്ഥലത്ത്? പെക്യുലർ ആയിട്ട് എന്തെങ്കിലും ഒരു ട്രഡീഷണൽ രീതി? ഇല്ല, അങ്ങനൊന്നുമില്ല. കല്യാണത്തിന് എല്ലാവരും കൂടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി തലേദിവസം എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, മധുരം വെപ്പ് എന്നൊക്കെ പറയണ പോലത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടാവാറുണ്ട് കല്യാണത്തിനും. അതിൻ്റെ അല്ലാതെ ഇങ്ങനൊരു പെക്യുലർ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങളവിടെ അതങ്ങനെ ഫോളോ അതിപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. അതൊക്കെ ഉണ്ട്. അത് കൊല്ലം മാത്രമല്ല തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണെന്ന് കുറെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനൊരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് എല്ലാവരും, മറ്റേയാളെ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന ആ കല്യാണം നടത്താനുള്ള ചെലവ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ടും കൂടെ അത് വരുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. പക്ഷെ സോഷ്യൽ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചറൽ മാൻഡേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യേണ്ട വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. വിക്ടിംസ് ആണ് ബേസിക്കലി ഇവരെല്ലാം. അപ്പോൾ ഇപ്പോൾ ഒരാളുടെ കല്യാണം നടത്താൻ എനിക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇത്രയും പൈസ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അവരെല്ലാം പിരിവിന് ഭാഗമാകുന്നു. അപ്പോൾ എനിക്ക് ആ ഇത്രയും പൈസ ഫുൾ ഓഫ് ചെയ്യാനുള്ള പൊസിഷനിൽ ഞാൻ എത്തുന്നു. നാളെ ഞാൻ അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെയും സഹായിക്കും. അപ്പോൾ ഒരു മ്യൂച്വൽ ഒരു കോപ്പറേഷനും ഉണ്ട് അവിടെ. പക്ഷെ അത് പ്രശ്നമാകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നു പക്ഷെ അവൻ തന്നില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, ഞാൻ തന്നിട്ട് നീ എന്താ തരാത്തത് എന്ന് പറയുന്ന പോയിന്റും അതിൻ്റെ പേരിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും, ഇതൊരു എന്താ പറയുക, അറിഞ്ഞു കൊടുത്ത് സഹായിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെ ഇത് വളരെ ക്ലീൻ ആണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള കമ്പൽസറി ആകുമ്പോൾ അത് പ്രശ്നമായിട്ട് നീ എനിക്ക് തന്നേ പറ്റുള്ളൂ തിരിച്ചെന്ന് പറയുന്നിടത്ത് പ്രശ്നം. പക്ഷെ അത് കാലാകാലങ്ങളായിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് അവരതിൽ ട്യൂൺഡാണ്. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതി ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അതിനൊരു മെസ്സേജ് അവയർനെസ് ഉണ്ടാവില്ല. അതിന്റെ ഒരു അവയർനെസ് പോലെ തന്നെയാണ് ഈ ഫിലിമിന്റെ എൻഡിങ്ങിൽ വരുന്ന ആ ഒരു ക്ലൈമാക്സും സീനും ഒക്കെ പറയുന്നത്. അതെ, തീർച്ചയായും. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ലേഡീസ് ഇങ്ങനെ നിങ്ങളോട് റീച്ച് ഔട്ട് ചെയ്തു സ്പെസിഫിക് ആയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും ലേഡീസ്, ഫീമെയിൽ ഓഡിയൻസസ്? എനിക്ക് അറിയുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയല്ല, മാരീഡ് ആണ് അവര്. അപ്പം അവര് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ ഉണ്ടായിട്ടില്ല, ഞാൻ ഇമോഷണൽ ആയി എന്ന് പറഞ്ഞു. കാരണം അവരുടെ മാരേജിന്റെ സമയത്ത് ഇതേപോലെ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഈ പൊന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. സ്റ്റെഫിയുടെ അവസ്ഥയാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് അന്ന് തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം ചേച്ചിമാർക്ക് വേണ്ടി ഒരു ഷോ, ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിയേറ്ററിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എല്ലാവരും എക്സൈറ്റഡ് ആവും എന്നുള്ളതായിരുന്നു. അതായത് ഒരു സിനിമാ നടനെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അവര് അങ്ങനെയാണ് അതെങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഞെട്ടിപ്പോയി. അവര് എന്തോ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അവരെല്ലാരും അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ ക്രൗഡ് ചേച്ചിമാരായിരുന്നു. അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് അവരെ കണ്ടപ്പോഴേക്കൊക്കെ എല്ലാവരും എനിക്ക് ഉമ്മയൊക്കെ വെച്ചു എല്ലാവരും. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും ഭയങ്കര സ്നേഹം എല്ലാവർക്കും. അവർക്കത് ഭയങ്കരമായിട്ട് തട്ടി. ആ എക്സൈറ്റ്മെന്റ് നമുക്ക് അത് എനിക്ക് പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. പക്ഷെ അത് അവരുടെ മുഖങ്ങളിൽ അതുണ്ടായിരുന്നു, അവരുടെ എക്സ്പ്രഷൻസിൽ അതുണ്ടായിരുന്നു. ആ ഭയങ്കര, നമുക്കൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് ഭയങ്കര മൊമെന്റ് ആണ് ആക്ച്വലി. അത്രയും ഓവർവെൽമിംഗ് ആയിട്ട് ഒരു റെസ്പോൺസ്. എല്ലാവരും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിൽ 200 പേരുണ്ട്. ആ 200 പേരിലും എല്ലാവർക്കും 80-90% ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോയിന്റിൽ എല്ലാവരും മാരീഡാണ്. അപ്പൊ എല്ലാവർക്കും സ്ത്രീധനവും പൊന്നുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്കത് അത്രയും, അവരെക്കാളും കൂടുതൽ ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള വേറെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ, സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നല്ല ബെസ്റ്റ് ഫീഡ്ബാക്സിൽ ഒന്ന് തന്നെയാണ്.
ഇനി ഞാൻ വിചാരിച്ചൊരു GK ക്വസ്റ്റ്യൻ ആവാന്ന് വിചാരിച്ചോ. NCU കേട്ടായിരുന്നോ? NCU എന്താന്ന്? NCU നെഗ്ലെക്റ്റഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്. അങ്ങനെയൊക്കെ ഉണ്ട്. നെഗ്ലെക്റ്റഡ് അത് തുടങ്ങിയത് ബേസിലാണ്. അങ്ങനെ ആക്കിയത് ഇപ്പം NCU നെഗ്ലെക്റ്റഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇത് NCU എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ബേസിൽ കാണാറുണ്ട്. ഈ മീംസും ട്രോൾസും എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. നെഗ്ലെക്റ്റഡ് എനിക്ക് മിസ്സായി. നെഗ്ലെക്റ്റഡ് ഉദ്ദേശം എന്താ? ഇത് കൊടുക്കാൻ നെഗ്ലെക്ട് ചെയ്യുന്നു എന്നുള്ളതാണോ? അത് തന്നെ നെഗ്ലെക്റ്റഡ് NCU ബേസിൽ സ്റ്റാർട്ടഡ് NCU യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാപം പോലെ. ഇപ്പം അതെല്ലാവരുടെയും കാണാറുണ്ടോ? കാണാറുണ്ട്. NCU മിസ്സായി പോയി, ബാക്കിയൊക്കെ കാണാറുണ്ട്. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കാണുന്ന സമയത്ത് ബേസിലെ ഫീലിംഗ് എന്താ? കാരണം ഇത് ബേസിലാണ്. ഇന്റർനെറ്റ് മീൻസ് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത്, ബേസിൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവരും അയ്യോ ആ കൈ കൊടുത്തില്ലല്ലേ അത് ഇത് അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും ബേസിൽ എങ്ങനെയാണ് ഈ മീംസും ട്രോൾസും ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? എനിക്ക് ഭയങ്കര രസമാണല്ലോ എല്ലാം. ഞാനാണല്ലോ ചമ്മന്നത്, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷകരമാണ്. ഇപ്പം കൈ കൊടുക്കാൻ പേടിയുണ്ട്. ഞാൻ ആക്ച്വലി സാഫ് ബോയിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ സാഫ് ബോയ് പറയുന്നുണ്ടായിരുന്നു ഇപ്പം പേടിയാണ്, കാരണം എന്തെങ്കിലും ഒരു എന്താ ചെയ്യേണ്ട ആദ്യം എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാരും കോൺഷ്യസ് ആയല്ലോ. എല്ലാരും ക്യാമറ ഈ പിടിക്കുന്ന ആൾക്കാരാണെങ്കിലും കൈ കൊടുക്കുന്നവരാണെങ്കിലും കൈ കൊടുക്കാൻ വരുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇതുള്ളിലുണ്ടാവുമല്ലോ. അപ്പൊ കോൺഷ്യസ് ആകും. മുമ്പൊക്കെ ഇത് ഇങ്ങനെ ചമ്മാറൊക്കെ ഉണ്ട്. എല്ലാരും പബ്ലിക്കായിട്ടും അല്ലാതെയും സാധാരണ ജീവിതത്തിലും എല്ലാവർക്കും ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാവാറുണ്ടല്ലോ. ഈ രീതിയിലല്ലാതെ, ഷെയ്ക്കാൻ്റെ രീതിയിലല്ലാതെ തന്നെ വേറെ രീതിയിലൊക്കെ. ചമ്മ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു നെഗ്ലക്ഷൻ ഈ പറയുന്ന സംഭവിക്കുക എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ അതിനെല്ലാം ഒരു പേരിട്ട് വിളിക്കാൻ തുടങ്ങി നമുക്ക് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സ് ഒക്കെ ആക്കി മാറ്റിയത് അതൊരു യൂണിവേഴ്സായി മാറി. എൻജോയ് ചെയ്യാറുണ്ട്. AI വന്നതിന് ശേഷം നോക്കിക്കഴിഞ്ഞാല് ഇപ്പം ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടു, ഇങ്ങനെ ബേസിൽ ആ പോസ്റ്ററിൽ ചെളി ഇങ്ങനെ മാറ്റുന്നപ്പം ടോവി താഴെ കമന്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം. അപ്പം ബേസിൽ പറയുന്നുണ്ടല്ലോ പൈസ കിട്ടിയോ, മരണമാസ പ്രൊഡ്യൂസർ പൈസ കിട്ടി, ഫ്രണ്ട്ഷിപ്പിന് കണക്ക് പറയരുതെന്ന് പറയുന്നത്. അതെ അതെ. അല്ല, അവൻ ചെളിയിൽ നിൽക്കുന്ന പൊന്മാനിലെ ഒരു സ്റ്റില്ലാണ് ടൊവിനോ ഇട്ടത്. പക്ഷെ AI അത് ചെളി ഇങ്ങനെ തൂക്കുന്ന പോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ജനറേറ്റ് ചെയ്തത്. അപ്പൊ ഇത് AI ആണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന പോലത്തെ, ഇത് ശരിക്കും ഇങ്ങനെയാണോ എന്ന് തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ വരാം എന്നുള്ളത് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്. എന്നാൽ ഇപ്പൊ ഇതിനൊരു തമാശയൊക്കെ ഉണ്ട്. ഇത് സീരിയസ് ആവാം ചിലപ്പോ, പറയാൻ പറ്റില്ല. ഇത് ഇനി ഇതിന്റെ ക്വാളിറ്റി കൂടത്തല്ലേ ഉള്ളൂ, എന്തായാലും ഇത് താഴോട്ട് പോകത്തില്ല. ക്വാളിറ്റി കുറഞ്ഞാണേലും സത്യമായിട്ട് ഞാൻ സീരിയസ്ലി പറയുന്ന പഫ്സ് കഴിക്കുന്നത് സത്യമാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ ഒരു സെക്കൻഡ് ക്ലിക്ക് ആയപ്പോഴാണ് ഇത് സത്യം പഫ്സ്. അതിൽ എന്റെ കണ്ണിലോട്ട് നോക്കിയാൽ എന്റെ മുഖം ഇത്തിരി 2 കണ്ണ് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായോ, ഓ ഇത് AI ആണല്ലേ. അല്ലെങ്കിൽ നമ്മളൊക്കെ പഫ്സ് കഴിച്ച അന്ന് പഫ്സ് കഴിച്ചില്ലായിരുന്നു. എമ്പുരാന്റെ ടീസർ ലോഞ്ചിന് നമ്മൾ പഫ്സ് കഴിച്ചിട്ടുണ്ട്. പിന്നെ AI. അപ്പൊ അത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെ ഇനി അത് ക്വാളിറ്റി കൂടത്തേ ഉള്ളൂ. ഇതിന്റെയൊക്കെ 5 വർഷം, അടുത്ത 10 വർഷത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് എല്ലാം ഇപ്പൊ ഹിന്ദി സിനിമയുടെ ഒക്കെ ഇതൊക്കെ മറ്റേ കഴിഞ്ഞ ദിവസം ലാപ്പത്ത ലേഡീസിന്റെ ഒരെണ്ണം അങ്ങനെ ഇറങ്ങിയായിരുന്നു. അതില് നായകനെ മാറ്റിയിട്ട് എന്റെ മുഖവും നായികയുടെ മുഖത്തും മാറ്റിയിട്ട് എന്നിട്ട് നമ്മള് സജിനീരേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ പാടി കിടക്കുന്നു. ഓഹോ, അപ്പൊ ഇതെന്താണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗുമാണ്. അതേസമയം ഈ പറയുന്ന ഒരു ആശങ്കയുണ്ട്. എങ്ങനെ വേണമെങ്കിലും ആവാം. അല്ല, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കണ്ടു ഒരു റീല്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബേസിക് പ്രൊഡക്റ്റ്, അത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇരുന്നിട്ട് പോഡ്കാസ്റ്റിൽ സംസാരിക്കുക. അപ്പൊ ഞാൻ കമന്റ്സ് വായിച്ച് നോക്കിയപ്പോഴാണ് അത് AI ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ത്രെട്ടും ശരിക്കും പറഞ്ഞാൽ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത്. എലോൺ മസ്ക് ഒരു ഇന്റർവ്യൂവില് ആധികാരികമായിട്ട് എന്തൊക്കെയോ മണ്ടത്തരം വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. കമന്റ്സ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നത്? അത് ഭയങ്കര ട്രിക്കിയാണ്.
നാളെ ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് നമ്മൾ അതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതൊക്കെ വീഡിയോ ആയിട്ട് വേറെ ഇറങ്ങും. AI ലും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രൊമോഷനൊക്കെ ചിലപ്പോ മറ്റേ അവൻ അത് AI യിൽ എടുത്തോളാം പറ. മറ്റേ വീഡിയോ അത് നമുക്ക് ഇന്റർവ്യൂ എടുക്കാം, മറ്റേത് രണ്ട് AI യിൽ ചെയ്തോളാം പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ AI ചെയ്യണ ഒരു ടീം അവർക്ക് ഒരു ഇന്റർവ്യൂവിന് 10,000 രൂപ വെച്ച് അല്ലെങ്കിൽ 1,00,000 രൂപ വെച്ച് അവർക്ക് കാശ് മേടിക്കും. ഐഡിയ ഇതാണ് 10 വർഷം കഴിഞ്ഞ് ട്രെൻഡ് ആവുന്നത്. 10 വർഷം ഒന്നും വേണ്ടി വരില്ല. വേണ്ട 2 വർഷത്തിൽ. അപ്പൊ അതിനു വേണ്ടി ഒരു ടീം ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് സർ AI കണ്ടന്റ്സ് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ടീം, അല്ലെങ്കിൽ ഇതിന്റെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പോസിബിലിറ്റീസിൽ ഇത് വെച്ച് ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ പരിപാടികളും ഇതിൻ്റെ അകത്തുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എനിക്കറിയാം ബേസിൽ ബേസിക്കലി ചില്ലായിട്ട് എല്ലാം കൂളായിട്ട് എടുക്കുന്ന ഒരാളാണെന്ന് പറയുകയും ചെയ്തു. ബട്ട് എനി പോയിന്റ് ഇത് ഹേർട്ട് ചെയ്യാറുണ്ടോ? ലൈക്ക് ഇതല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ ഹേർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനൊന്നുമില്ല. ഹേർട്ട് ചെയ്യണ സാധനങ്ങൾ കാണാതിരുന്നാൽ മതി. നമ്മള് കണ്ടിട്ട് ഇച്ചിരി നേരം മാറിയിരുന്ന് കരഞ്ഞിട്ട് അടുത്ത പരിപാടിയായിട്ട് പോയാൽ മതി. അതിന് സമയം കളയുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം കാണുക, പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് കാണുക. ബാക്കിയുള്ളത് അവർക്ക് നമ്മൾ സമയം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ ചെയ്യാനുണ്ട്, ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. ലോങ് വേ ടു ഗോ, ബിഗ്ഗർ തിങ്സ് ടു ഡു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടാലും അന്നേരം ഇത്തിരി വിഷമായാലും ഒന്ന് കണ്ണീര് തൂത്തിട്ട് ബാക്ക് ടു റൂട്ട്, കണ്ണീര് കൂത്തിയിട്ട് അടുത്ത പരിപാടിയായിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ, വേറൊന്നുമില്ല. ലിജുമോൾ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ്? ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്? ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. എനിക്ക് തോന്നി ഞാൻ പേജ് ചോദ്യം അത് എങ്ങനെ പറ്റുന്നു? കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയില്ലേ, റെലവെന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ, ഞാൻ ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രി, അപ്പൊ എനിക്ക് തോന്നുന്നു റെലവെന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇന്ന എപ്പോഴും പോസ്റ്റ് ഇടണം. അപ്പം എങ്ങനെയാ അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ട് എന്നാ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാം, അതെ, എന്നാ പിന്നെ കുറച്ച് പോസ്റ്റേഴ്സ് അല്ല കുറച്ച് പോസ്റ്റുകൾ ഇടാം, അല്ലെങ്കിൽ റീലുകൾ ഇടാൻ, വീഡിയോസ് ഇടാൻ, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അതെ, റീൽസ് കാണാറുണ്ട്, അതിനുവേണ്ടി ഞാൻ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാം കാണുക, കേൾക്കുക എല്ലാം ചെയ്യുന്ന ആളാണ്. എൻജോയ് ചെയ്യുന്നുണ്ട്, എന്റർടൈൻ ചെയ്യിപ്പിക്കില്ലെന്ന്. അതെ അതെ, അതിന് താല്പര്യം ഇല്ല എന്നേ ഉള്ളൂ. എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല, അത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും കുറെ ചോദിച്ചൊരു കാര്യമാണ്, എങ്കിൽ പോലും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കാം. ഈ ഞാനിപ്പോ ലാസ്റ്റ് ഹെർ എന്ന് പറഞ്ഞ ചിത്രം കണ്ടു. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന കാതൽ 80 ആ ചിത്രം. സോ കൈൻഡ് ഓഫ് ഫീമെയിൽ സെൻട്രിക് റോൾസ് ആൻഡ് ബോൾഡ് റോൾസ് ആണ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ്, ലൈക്ക് ഇതിങ്ങനെ തേടി വരുന്നതാണോ, ഓർ ദാറ്റ് യു കീപ്പ് ദിസ് തമാശ കോമഡി സീൻസിലേക്കൊക്കെ വരാൻ ആഗ്രഹമുണ്ടോ? എങ്ങനെയാണ്? അയ്യോ, തീർച്ചയായിട്ടും. ഞാനത് ഇന്റർവ്യൂസിൽ പറയാറുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തു പോകണമെന്ന് യാതൊരു താല്പര്യമില്ല. പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഡിഫറൻസ് ഉള്ള, ഇപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന സ്റ്റെഫിയിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു ക്യാരക്ടർ അടുത്തത് ചെയ്യണം എന്നുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് വരുന്നത് ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഈവൻ കാതൽ 80 പൊതുവുടമയും ഞാനങ്ങനെ അത് ബോൾഡ് എന്നൊന്നും പറയാൻ മാത്രം ഒന്നുമില്ല. അല്ല, ക്യാരക്ടർ മീൻസ് ബിഹേവിയറൽ വൈസ്. ആ വേർഡിന്റെ ഒരു ഇതുണ്ടല്ലോ, ബോൾഡ് ക്യാരക്ടേഴ്സ്. ഈവൻ ഹെറിലാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയും അങ്ങനത്തെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ എടുത്തു. അതും ഞാനായിട്ട് ആരെയും വിളിച്ചാൽ എന്നാ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥയുണ്ടോ, എന്നാ ഞാനത് ചെയ്തേക്കാന്നല്ല. ചെയ്യുന്ന റോൾസ് എന്താണെങ്കിലും അത് നമുക്ക് ആസ് ലേഡീസ് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എവറിത്തിങ്, ലൈക്ക് ഇമോഷൻസ് ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോ ആയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതും ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ഈ സ്റ്റെഫി എന്ന് പറഞ്ഞ സെങ്കനി എന്ന് പറഞ്ഞ ചെയ്ത കഥാപാത്രത്തിൽ അത്രയും ഇന്റൻസ് ആയിട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ ഇമോഷണലി ഇറ്റ് വുഡ് ഹാവ് ടച്ച്ഡ് യു ജെബിമിൽ? തീർച്ചയായിട്ടും. സ്റ്റെഫി അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റെഫി ഗ്രാഫ് എന്ന് പറഞ്ഞ ഈ കഥാപാത്രം എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ? സ്റ്റെഫിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്കൊരു ക്യാരക്ടറിനെയും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ എനിക്ക് ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പറ്റില്ല ഒരിക്കലും. സ്റ്റെഫിയുടെ സിറ്റുവേഷൻസ്, സ്റ്റെഫിയുടെ സാഹചര്യത്തോട് എനിക്ക് എംപതൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റിയൽ ലൈഫിലാണെങ്കിൽ പോലും ഓക്കെ, സ്റ്റെഫി എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളത്
മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് സ്റ്റെഫി അവിടെ ഒരു സെൽഫിഷ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നത് എന്തുകൊണ്ടാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. കീർത്തിക്കാണെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മളൊക്കെയാണ് ആ സിറ്റുവേഷൻസിലും അങ്ങനെ തന്നെ എടുക്കുണ്ടാവുള്ളൂ ഒരു തീരുമാനം. സെൽഫിഷ്നെസ് ആണെങ്കിലും ലവ് ആണെങ്കിലും ഡിസയേഴ്സ് ആണെങ്കിലും പൊസസീവ്നെസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ ആസ് ഫീമെയിൽ അല്ലെങ്കിൽ ആസ് ഹ്യൂമൻ ബീങ്, ഫീമെയിൽ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും റിലേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. അജേഷിന്റെ ക്യാരക്ടർ ഇപ്പം മെയിൽസിന് മാത്രം റിലേറ്റബിൾ അല്ല, ഫീമെയിൽസിനും റിലേറ്റബിൾ ആണ് അജേഷിലേക്ക് വരുന്ന സമയത്ത്. സ്റ്റെഫിയുടെ കാര്യത്തിലും ആ കഥാപാത്രം വരുമ്പോഴും അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. അല്ല ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ സ്റ്റെഫിയെ പോലെ തന്നെ ആയിരിക്കും നമ്മളും പെരുമാറുക. കാരണം അവിടെയൊക്കെ അവനവന്റെ നിലനിൽപ്പേ എല്ലാവരും നോക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ നശിച്ചു പോയാലും അപ്പുറത്തുള്ളവനെ ഞാൻ സഹായിക്കാമെന്ന് ആരും വിചാരിക്കില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുമെന്ന്, ആ എംപതൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. അജേഷ് എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ബേസിൽ ഒരു ടേക്ക് അവേ ആണ്. നമ്മൾ ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്കൊരു ടേക്ക് അവേ കാണുമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു പോർഷൻ, ആ ടേക്ക് അവേ എന്തായിരിക്കും? അല്ല, അജേഷിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അജേഷ് എത്ര മോശം സിറ്റുവേഷനിലാണെങ്കിൽ പോലും അജേഷ് തിരിച്ചു വരും. ഇനി ഇവനെ കൊണ്ട് ഒന്നും പറ്റില്ല, ഇനി നീ തോറ്റ് തുന്നമ്പാടി നീ താശിച്ചള എന്ന് പറയുന്ന പോലത്തെ പോയിന്റിൽ നിന്ന് പോലും അജേഷ് തിരിച്ചു വന്നിട്ട് അജേഷിനൊരു തീരുമാനം ഉണ്ടെങ്കിൽ അജേഷ് അത് നേടിയിട്ടേ പോവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അതുപോലെ ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്തൊക്കെ എൻജോയ് ചെയ്യണം, അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ ജോലിയിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സീരിയസ്നെസ്സോടെ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ അതേസമയം അത് മാത്രമായി പോകരുത്. നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണം. അങ്ങനെ ഒരുപാട് നല്ല വെരി റെലവൻറ്റ്, വെരി റിലേറ്റബിൾ ഐഡിയോളജീസ് ഉള്ള ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് അയാൾ മൊത്തത്തിൽ ആ ക്യാരക്ടറിന്റെ ഒരുപാട് ലെയേഴ്സും ഷെയ്ഡ്സും ഭയങ്കര എല്ലാം ടേക്ക് അവേസ് തന്നെയാണ്. അജേഷിന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ടേക്ക് അവേ തന്നെയാണ് ആക്ച്വലി എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു സിനിമ കണ്ട ഒരുവിധപ്പെട്ട എല്ലാവരും സൂസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് അജേഷ് പറയുന്ന ഒരു മൊണോലോഗൊക്കെ ഉണ്ടല്ലോ, അതിൽ ഓരോ ഡയലോഗും ഭയങ്കര റിലേറ്റബിൾ ആണ്. ആദ്യമായിട്ടായിരിക്കും ഒരാൾ സൂസൈഡ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചിരിക്കുന്നത്. അതെ, ഞങ്ങൾ ആക്ച്വലി ആ സീൻ പറയുന്നതിന് മുന്നേ നമ്മൾ കാണുമ്പോൾ കുറച്ച് അതെ 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 അപ്പൊ അവിടെ അതിലൊരു സർക്കാസം ഉണ്ട്. അന്ന് അതേസമയം അതിലൊരുപാട് ഇമോഷൻസും ഒരുപാട് ഇൻസ്പിറേഷനും ഉണ്ട് ആ സീനിലൊക്കെ. ഇത് ശരിക്കും ബേസിലിന്റെ തന്നെ ഒരു ഷെയ്ഡ് വരുന്നില്ലേ ഈ ക്യാരക്ടറിന്? അങ്ങനെ ഉണ്ടോ? ലൈക്ക് ബേസിലിനെ എപ്പോഴും ഫീൽ, ബിക്കോസ് സ്റ്റാർട്ടിങ് ഫ്രം യുവർ കരിയർ ഇൻ 2012 AD ആയിട്ടും ടെക്കി ആയിട്ട് AD, പിന്നെ ഡിറക്ഷൻ ഇതൊക്കെ വന്നു, ആക്ടർ ആവും. സോ ബേസിലിന്റെ ലൈഫുമായിട്ടും ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? നമ്മൾ ചില സീൻസ് ഇപ്പം ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ലൈക്ക് മോട്ടിവേഷൻ നമുക്കത് ചിലപ്പോൾ നമുക്കത് കണക്ട് ചെയ്യും എൻ്റെ ലൈഫുമായിട്ട്. അതേപോലെ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു? എല്ലാം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പറയുന്ന പോലെ നമുക്കും ഇതൊന്നും അത്ര പോസിബിൾ ആവുന്ന ഒരു മേഖലയല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. സിനിമ സ്വപ്നം കണ്ടിട്ടുണ്ടോ ചെറുപ്പത്തിൽ എന്നൊക്കെ, പക്ഷെ സിനിമ സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. അപ്പോൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ബേസിക്കലി. സിനിമ എന്ന് പറയുന്നത് ഇതല്ലേ, നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് വേറെ എന്തോ ഒരു വേൾഡ് അല്ലേ. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുകയും കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ആ സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് നമ്മളും ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. തീർച്ചയായിട്ടും അജേഷിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെരി റിലേറ്റബിൾ തന്നെയാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ തന്നെ, വഴികളിൽ കൂടെ തന്നെയാണ് നമ്മൾ പോസിബിൾ ആവുക എന്ന് പറയുന്ന പോലത്തെ ഒരു പോയിന്റിലേക്ക് എത്തുക. അതിപ്പോൾ ലിജോമോളുടെ കാര്യത്തിലാണെങ്കിലും അതെ, ലിജോമോൾ പറയുന്ന കട്ടപ്പന എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് സിനിമയിലേക്ക് എത്തി, ഇപ്പോൾ ലീഡ് റോൾ ചെയ്യുന്നു, ജയ്ബീം പോലത്തെ ഒരു സിനിമ ചെയ്യുന്നു, ഫിലിം ഫെയർ അവാർഡ് മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ലിജോമോൾ ചെറുപ്പത്തിൽ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. സൂര്യ സാർ വിളിച്ച് വിഷ് ചെയ്യുന്നു വെഡിങ്ങിന്. അതെ, അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളിലൂടെ അല്ലേ. സജിനാണെങ്കിലും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ, ഞാൻ പറയുന്നത് ഒരുവിധപ്പെട്ട നമ്മൾ നോക്കി കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. ആരും ഒരു എന്താ പറയുക, ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് മാത്രം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ, നമ്മൾ ഏതൊരു പേരെടുത്തോ, ഏതൊരു എക്സാമ്പിൾ പറഞ്ഞു, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടാവും. ഈവൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും സർവൈവ് ചെയ്യാൻ അവർ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് എന്നും ആൾക്കാരുണ്ടാവണമെന്നില്ല. അപ്പോൾ സ്ട്രഗിളും ഫൈറ്റും സർവൈവലും ഒക്കെ മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിലുള്ള സാധനമാണ്. അതെല്ലാവർക്കും ഉണ്ട്, ഉള്ളിലുണ്ട്. അതെങ്ങനെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക്കലി നമ്മളെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്.
ആ രീതിയിൽ അജേഷ് ഒരു ഇൻസ്പിറേഷനാണ്. എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അജേഷ്. അജേഷിന് ശരിക്കും കണ്ടു കിട്ടിയോ ഈ കഥാപാത്രത്തിൽ? അന്നിങ്ങനെ പറയുന്നില്ലായിരുന്നോ ശരിക്കുള്ള അജേഷ് ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടായിരിക്കോ? ഇല്ല, അജേഷിനെ കണ്ടു ഇതുവരെ നമ്മൾ കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. അറിയില്ല. അജേഷ് ഉണ്ടായിരുന്നു. അജേഷ് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്. അജേഷിന്റെ ഒരു പോയിന്റ് വരെ റിയൽ ലൈഫാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അജേഷ് എവിടെയെന്ന് ഇതിന്റെ എഴുത്തുകാരനും ഇതിന്റെ സംവിധായകനും കണ്ടിട്ടില്ല ട്രൂ സ്റ്റോറിയിൽ. അതിനുശേഷം ഉള്ളതൊക്കെ സിനിമയിലും ബുക്കിലൊക്കെ ഫിക്ഷനാണ്. അപ്പൊ അതുവരെയുള്ള അജേഷിന് അപ്പൊ അജേഷ് എവിടെ ഉണ്ട്? ഇപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടോ അജേഷ്? സിനിമ എവിടെയെങ്കിലും ഇരുന്ന് ഇയാൾ ഇത് കാണുന്നുണ്ടോ? സിനിമ കാണുമ്പോ ഇതെന്റെ കഥയല്ലേ എന്ന് ചിലപ്പോ അജേഷിന് പോലും അല്ല, അയാളുടെ പേര് പോലും വേറെന്തോ ആണ്. ഫിക്ഷനിലാണ് അജേഷിന് ഇട്ടിരിക്കുന്ന പേര് പോലും. അപ്പൊ ആ ക്യാരക്ടർ ആ ഇതിൽ കൂടെ പോയിട്ടുള്ള 10-25 വർഷം മുമ്പ് നടന്ന ഒരു കഥയും കൂടെയാണ്. 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പൊ അജേഷ് ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അജേഷിനെ കാണണമെന്ന് നമുക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ഇത് എഴുതിയ ആൾക്കാർക്കും ഡയറക്ടർക്കും സിനിമ കണ്ട പ്രേക്ഷകർക്കും ചിലപ്പോൾ ശരിക്കുള്ള ഇയാൾ ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാം. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മളത് അയാളൊന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അയാൾ കാണണം, എവിടെയെങ്കിലും അയാളുണ്ടെങ്കിൽ ഒന്ന് കാണണം എന്ന്. ഈ ബേസിലിനെ കാണുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞത് നമുക്ക് ഭയങ്കരമായിട്ടും ഇപ്പൊ ബേസിലിന്റെ ചിരി കേട്ട് ഞാനിങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരി വരും. അപ്പൊ ഈ അല്ല എന്റെ ചിരി ഇതിലും മോശം. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ സ്ഥിതി മോശമാണെന്നല്ല പറഞ്ഞത്. എന്റെ ചിരി മോശമാണെന്ന് ഉദ്ദേശിച്ചത്. ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഈ ശരിക്കും ദേഷ്യപ്പിടിപ്പിക്കുന്ന എന്ത് കാര്യമായിരിക്കും? ലൈക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഏതായിരിക്കും ബേസിലിന് വരുമ്പോൾ ദേഷ്യം പെട്ടെന്ന്? ആസ് എ ഡയറക്ടറൊക്കെ എങ്ങനെയായിരിക്കും സെറ്റിലൊക്കെ ബേസിൽ? ദേഷ്യം നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും, ഭക്ഷണം സമയത്ത് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും. അതൊക്കെ തന്നെയുള്ളൂ. ഭക്ഷണവും ഉറക്കവും അതാണ് മെയിൻ. ആൻഡ് പേഷ്യൻസിന്റെ കാര്യം വരുന്ന സമയത്ത് ഇപ്പം മോളുടെ അടുത്തിപ്പം ഒരു പേരന്റ് ആകുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമ എന്നുള്ള ഒരു വാക്ക് പഠിക്കുന്നത്. നമ്മൾ താന്നു കൊടുക്കുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. ക്ഷമ എന്റെ ക്ലാസ്സിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു ക്ഷമ. അപ്പൊ അന്ന് മുതലേ എനിക്ക് നമ്മൾ ടോപ്പിക്കിൽ മാറി. അപ്പൊ കൊച്ചുണ്ടാകുമ്പോഴാണ് ശരിക്കും ക്ഷമ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. സത്യമാണ്, ഒരു സംശയമില്ല. അതായത് സിനിമയും പാരന്റിങ്ങും ക്ഷമ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ജോലികൾ. ജോലിയല്ല, 2 ഏരിയാസ് ആണ് ആക്ച്വലി. സിനിമയിൽ ഈ പറയുന്ന പോലെ ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ടേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ല. സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നില്ല. ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്തണമെന്നില്ല. മൾട്ടിപ്പിൾ ടേക്സ് 10-20 ചിലപ്പോൾ ടേക്കുകൾ പോവാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ഷമ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ നമ്മളൊരു ടൈം ലൈനിൻ്റെ പ്രഷറിലായിരിക്കും എപ്പോഴും എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഇത്രയും സീൻ തീർക്കണം, നാളെ ഇത്രയും സീൻ തീർക്കണം എന്നൊക്കെ പറയാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കറക്റ്റ് കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്തെന്തോ അങ്ങനെ ഒരു പോയിന്റൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ മെച്യൂർഡ് ആവുന്നതനുസരിച്ചിട്ട് ഇതെല്ലാം ബാലൻസ് ആയിക്കൊണ്ടിരിക്കും. കൊച്ചുണ്ടായത് എന്നെ ഭയങ്കരമായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്ഷമ എന്ന് പറയുന്ന കാര്യത്തിൽ. കാരണം രാത്രിയൊക്കെ എണീക്കുമ്പോഴും ചിലപ്പോൾ ലോജിക്കില്ലാതെയൊക്കെ ഇരുന്ന് കരയും. അപ്പോൾ വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്ത് പോകണമെന്ന് പറയും, കാറിൽ കയറി യാത്ര പോകണമെന്ന് പറയും 3 മണിക്കൊക്കെ രാവിലെ. കാറിൽ കയറി ഇപ്പോഴല്ലല്ലോ, നമ്മൾ പകലല്ലേ മോളെ പോകുന്നത്. മോഡേൺ പാരന്റിങ് ആണല്ലോ, അതുകൊണ്ട് കൈവിട്ട് പോകാൻ പാടില്ല. അതാണ്, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ബുക്ക് വായിക്കണം 5 മണിക്കൊക്കെ രാവിലെ. അപ്പോൾ ഇതൊക്കെ എവിടെയാ ലോജിക്ക്? പക്ഷെ നമ്മളപ്പോൾ ഓക്കെ എന്താ ബാ ബുക്ക് വായിക്കാം, അതിന് ഭയങ്കര ക്ഷമ വേണം. അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേറെ കോച്ചിങ്ങിനൊന്നും പോകണ്ട, നമ്മളതിൽ അഡാപ്റ്റ് ആവും. എല്ലാ മനുഷ്യനും അങ്ങനെ അഡാപ്റ്റ് ആവും. എല്ലാവരും ആരാ എന്താണെന്നൊന്നുമില്ല. ഇത്രയും വലിയ ആരുടെ വീട്ടിൽ പോലും ഇതൊക്കെ വീട്ടിൻ്റെ അകത്ത് ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുക. അംബാനിയുടെ വീട്ടിൽ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് എല്ലാവരെയും ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റും. കുറച്ചുകൂടെ എമ്പതി ഉണ്ടാവും. അതൊക്കെ ഒരു പിള്ളേരും കൂടെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ വരും. ലിജോയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ പേഷ്യൻസ് എവിടുന്ന കിട്ടുക? ഏത് സ്ഥലത്തുനിന്ന് വരുന്നത്? പേഷ്യൻസ് എനിക്ക് ഇത്തിരി കുറവാ നിലവിൽ. എനിക്ക് പക്ഷെ പുറത്തേക്ക് അതെ അല്ല, എന്റെ കംഫർട്ട് സോണിലുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഞാൻ എന്റെ ഇറിറ്റേഷൻ ആയാലും എന്റെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുള്ളൂ. പുറത്താരോടും എക്സ്പ്രസ് ചെയ്യില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പുറത്തുള്ളവർക്ക് അങ്ങനെ മനസ്സിലാവില്ല. പക്ഷെ
എന്റെ അടുത്ത് അങ്ങനെയൊന്നും ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പുറത്തുള്ളവരെ എന്ത് തങ്കക്കുടമാണത്. അതെ അങ്ങനെ വിചാരിക്കും. പക്ഷെ എന്റെ സർക്കിളിലുള്ള ആളുകൾക്കറിയാം ഞാൻ പെട്ടെന്ന് ചൂടാവുന്ന ആളാ. പക്ഷെ പുറത്ത് അങ്ങനെയല്ല. പുറത്ത് ഞാൻ മാക്സിമം മറ്റേ ആണിക്കൽ, എന്റെ ക്ഷമയുടെ ആണിക്കല് വരെ പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അത്രയും എനിക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. പക്ഷെ പൊതുവെ പേഷ്യൻസ് കുറച്ച് കുറവാ, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ നിങ്ങൾക്കൊന്ന് ഫിലിംസിൽ അഭിനയിക്കുന്നതിനും കൂടുതൽ ഈ ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്റർവ്യൂസിന് ഇരിക്കുന്നതും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു പേഷ്യൻസിന്റെ ഒരു ഭാഗമാണല്ലോ. ഉറപ്പായിട്ടും ഒരു സംശയമില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞല്ലേ, അത് കേൾക്കാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത്. അല്ലല്ല, മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ സിനിമ പ്രൊമോഷൻ ഒരു ദിവസം 10 ഇന്റർവ്യൂ 15 ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഒരേ ചോദ്യങ്ങൾക്കും ഒരേപോലെ ഉത്തരങ്ങളും ഒരേപോലെ, പക്ഷെ നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ. ഒരു ലാസ്റ്റ് കാര്യം കൂടെ ചോദിച്ചിട്ട്, മരണമാസിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല. മരണമാസിന്റെ അപ്ഡേറ്റ് എന്താണ്, നമുക്ക് എന്താണ് അത് പ്രതീക്ഷിക്കുന്നത്? അതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടു. പോസ്റ്റർ കണ്ട? അയ്യോ, ഒരു പഴത്തിൽ എഴുതിക്കുന്ന അത് ടൈറ്റിൽ. ഓക്കെ, സോറി, അത് ടൈറ്റിലാണ് കണ്ടത്. അതറിയായിരുന്നു, പോസ്റ്റർ ഇറങ്ങിയിട്ടില്ല. എന്താണ് അതിന്റെ അപ്ഡേറ്റ്? എന്താണ് ടോവി പ്രൊഡ്യൂസ് ചെയ്യുന്ന? അത് ഏപ്രിലിൽ ഇറങ്ങും. ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഞങ്ങൾ ഒരുമിച്ച് മിന്നൽ മുരളിയിലൊക്കെ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു ശിവപ്രസാദ്. ടൊവിനോ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശിവപ്രസാദിൻ്റെ ആദ്യത്തെ സിനിമയാണ്. സിജു സണ്ണിയാണ് അതിൻ്റെ റൈറ്റർ. അപ്പോൾ ആ രീതിയിലൊക്കെ പല രീതിയിലും ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്, കോമഡി സിനിമയാണ്. രസമുള്ളൊരു പരിപാടിയാണ്. ഒരു സ്ഥിരം സിനിമയല്ല, അതിൻ്റേതായിട്ടുള്ളൊരു പുതിയ സിനിമയാണത്. പുതുമയുള്ളൊരു സിനിമയായി, ഒരു കമേഴ്ഷ്യൽ കോമഡി സിനിമ തന്നെയാണ്. ഏപ്രിലായിരിക്കും റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരുന്ന ഏപ്രിൽ. അപ്പോൾ ടോവി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കില്ലേ? അതോ ടെൻഷനാണോ? നമ്മൾ ടോവി ലാസ്റ്റ് ഒരു ഇന്റർവ്യൂന്ന് പറഞ്ഞു, എപ്പം ചോദിച്ചാലും ബേസിലിനെ കുറിച്ച് പറയാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്റർവ്യൂ വേണമെങ്കിൽ അവന്റെ പേര് പറയണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇപ്പം ടോവി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും? ഇല്ല, അവൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ടെൻഷൻ കൂടുതലാണല്ലോ. അവന്റെ പൈസ പോവാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. പൈസ തരണം, പിന്നെ നമ്മൾ ആ പൈസ തിരിച്ച് റിവാർഡ് ചെയ്യണം. പൈസ ഇതുവരെ തന്നിട്ടില്ല, കൊണ്ട് തരുമായിരിക്കും. ഫ്രണ്ട് ആയതുകൊണ്ട് ഇന്റർവ്യൂസ് കണ്ടിട്ടെങ്കിലും പൈസ ഇല്ല, ഇനിയും പറഞ്ഞ് നാറ്റിക്കുന്നു. ഇല്ല, അവൻ നന്നായിട്ട് വരേണ്ട സിനിമ തന്നെയാണത്. അവനും അതിൻ്റെ അകത്ത് ജെന്യുവൻലി ഇൻവോൾവ് ആണ്. അങ്ങനെ ഒരു വെറുതെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് അവനും. അവന്റെ ബ്രദർ ടിങ്സ്റ്റൺ ചേട്ടനാണ് ബേസിക്കലി അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ. ടിങ്സ്റ്റൺ ചേട്ടനാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അവർക്കും അതൊരു പേഴ്സണൽ വെഞ്ചർ തന്നെയാണ്. ഒന്നുകൂടെ നെക്സ്റ്റ് ആക്ടിങ്ങിന്റെ കഴിഞ്ഞിട്ട് ഇനി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമ നന്നായിട്ട് വരണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അവന്റെ സിനിമ കൂടെ ആയതുകൊണ്ട് എല്ലാ സിനിമയും നന്നായിട്ട് വരണം. ടോവിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയും കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും അത് നന്നായിട്ട് വരണം എന്നുള്ളത് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതെന്തായാലും നന്നായിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവന് കുറേ കാശുണ്ടാക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും ഏപ്രിലിൽ ഇന്റർവ്യൂവിന് കാണുന്നതായിരിക്കും. ദാവീദിന്റെ അടുത്ത ആഴ്ച റിലീസ് അല്ലെ, 14th ഫെബ്രുവരി 14. അപ്പം ഓൾ ദ ഗുഡ് ലക്ക്. ഇതിന് ഷെഫിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രതീക്ഷിക്കാം. ആണ് കുറച്ചുകൂടി ലൈറ്റർ ക്യാരക്ടറാണ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇനിയും അങ്ങനത്തെ ലിജോമോൾ ലൈറ്റ്. അതെ ലിജോമോൾ ലൈറ്റ് അങ്ങനെ ഒരു ക്യാരക്ടർ. ലിജോമോൾ പ്രോമാൻസ്. അതെ, കുറച്ചുകൂടി രസമുള്ളൊരു ക്യാരക്ടർ. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇമോഷൻസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യേണ്ട അങ്ങനത്തെ ക്യാരക്ടർ ഒന്നും അല്ല. അതുകൊണ്ട് രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. സിനിമ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. അപ്പൊ ഇത് ബുക്ക് ഓഫ് വിടമാട്ടെ എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിൽ ലാസ്റ്റ് വന്ന ആർട്ടിസ്റ്റ് അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പം നിങ്ങൾ അതിനുള്ള ഉത്തരവും അടുത്ത ആർട്ടിസ്റ്റിനുള്ള. അപ്പം ഞാനിപ്പം ലിജോമോൾക്ക് തന്നെ ലിജോമോള് ബേസിലിനുള്ള ഒരു ചോദ്യം, ബേസിൽ അടുത്ത് വരുന്ന ഒരു ആർട്ടിസ്റ്റിനുള്ള ഒരു ചോദ്യം കൂടി എഴുതിയിട്ട് പോകണം. അൻപോത് കൺമണിയുടെ അനഘ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അനഘ ചോദിച്ചിരിക്കുന്നത് അടുത്ത ജന്മത്തിൽ ആരായി ജനിക്കാനാണ് ആഗ്രഹം? ഓക്കെ, അതിന്റെ ഉത്തരം ലിജോമോൾ പറയണം. ലിജോമോൾ പറയണം. ലിജോ ബേസിലിനുള്ളൊരു ചോദ്യം. ടഫ് റൗണ്ട്. അടുത്ത ജന്മം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ അടുത്ത ജന്മത്തിൽ ഒന്നും വിശ്വസിക്കാത്ത ആളാണ്. ഇതിൽ ആൻസർ എഴുതാൻ വേണം.
അപ്പുറത്തെ പേജിൽ എഴുതി എനിക്കത് കുറച്ച് പരിപാടികളുണ്ട്. ആ ബുക്ക് നിറയ്ക്കണം. അല്ലല്ല അതിന് കുറച്ചുകൂടെ പിന്നെ ഒരുപാട് ബുക്ക് ഉണ്ടാക്കും. അടുത്ത ജന്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സഫ്രോൺ. ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ്. പിന്നല്ലേ ഇപ്പൊ കുഴപ്പിച്ചു. നിജോ നമുക്ക് ഇത് കഴിഞ്ഞും കാണാനുള്ള സൈനും പേരും. ഓഹോ അതും വേണം. ആണല്ലേ പേര് അങ്ങോട്ടാണോ എനിക്ക് അങ്ങോട്ടാണോ? കൊടുക്കണം. ഞാൻ ഇനി ഇത് വായിച്ചിട്ട് ഉത്തരം പറയണം. യെസ്. ബേസിലിന്റെ ഒരു പടത്തിൽ ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ എന്തെങ്കിലും എനിക്കൊരു വേഷം കിട്ടുക. ഓക്കേ അല്ലേ? കിട്ടും. നോക്കിയിരുന്നാ മതി. ആയിരിക്കും അതായിരിക്കും. ബേസിൽ സൈൻ ഇട്ടു. ഇല്ല അടുത്ത ആൾക്കുള്ള ചോദ്യം. അടുത്ത ആൾക്കുള്ള ചോദ്യം. കൊള്ളാം. എന്താ ചോദ്യം? ഞാൻ 1 കിലോ കോഴിക്ക് ഇപ്പൊ എന്താ വില? 1 കിലോ കോഴിക്കോ? ആണോ? പേരും സൈനും കൂടെ. കണ്ടിട്ടില്ല. ഓ കണ്ടിട്ടുണ്ട്. എഴുതിയോ? പേരും സൈനും ഞാൻ അപ്പുറത്ത് മേലത്തെ ഇതില് ഇവിടെ എഴുതണം. ഏതെങ്കിലും ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് ആദ്യം റിപ്ലൈ ചെയ്യിക്കാം. ഇത് ഞാൻ ആരോടായിരിക്കും ചോദിക്കാൻ പോകുന്നാവും? അടുത്ത ആര് വരുന്നു? ബ്രൊമാൻസ് ആയിരിക്കും. ഓക്കെ, അമ്മമാരൊക്കെ ഉത്തരം പറയും. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്തത് എനിക്കറിയാം. നിങ്ങൾ ഇത്രയും ഇന്റർവ്യൂസ് ബാക്ക് ടു ബാക്ക് കൊടുത്തിട്ട് പോലും ആ ഒരു സെയിം എനർജിയോടുകൂടി പേഷ്യൻസോട് കൂടി നമ്മൾ എടുത്തിരുന്നതിന് വളരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ അടുത്ത ഫിലിമായിട്ട് കാണാം. താങ്ക് യു ഫോർ ബീങ് ഓൺ ദ ഷോ. താങ്ക് യു. விட மாட்டேன்.